ഇവിടെ പൊതുവെ LDFിൻ്റെ ഭരണം തുടരും. അതാണ് പൊതുവെ കാണുന്ന സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നിലയിൽ വികസനം ചർച്ച ചെയ്യപ്പെട്ടു. 2011-2016 UDF ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണവും പൊതുവെ ജനങ്ങൾ കമ്പയർ ചെയ്തു. അതുകൊണ്ട് വെളിച്ചത്തുള്ള കേരളം ഇനിയും വീണ്ടും ഇരുട്ടിലേക്ക് പോകില്ല. നേരത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് പൊതു അഭിപ്രായം. പിന്നെ UDFിൻ്റെ നേതൃത്വം ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ ഭരണപക്ഷം പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല നിലയിൽ ഫണ്ട് കളക്ഷൻ നടത്താൻ സൗകര്യം ഉണ്ടാകും. കാരണം ഭരണത്തിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഫണ്ട് പിരിക്കാനൊക്കെ സൗകര്യം എന്നുള്ള നിലയിൽ ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി LDF ഫണ്ട് കളക്ഷൻ നടത്തിയതിനേക്കാൾ ഏപ്രിൽ 9 മുതൽ മെയ് 4 UDF മെഗാ ഫണ്ട് കളക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതാ വരുന്നു ജയിച്ചു എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ തവണ ഉണ്ടായല്ലോ. 2021 വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിനിടയിൽ ഇതുപോലെ വിജയമുറപ്പിച്ചു. വകുപ്പ് വിഭജനം, ആരൊക്കെ ഏത് വകുപ്പ് മന്ത്രിമാരാകണം എന്നൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേരളത്തിന് അറിയാം. ബാക്കി ഇപ്പോൾ വോട്ട് പെട്ടിയിലായി, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. LDFിൻ്റെ ഭരണം തുടരും. അടിസ്ഥാനത്തിലുള്ള കണക്കുകളൊക്കെ എടുക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ മുന്നണികൾ അതിൻ്റെ ജോലികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഈ 100 സീറ്റ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്നതാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് പല നിലയിലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. സാധാരണ തെരഞ്ഞെടുപ്പ് വരെയാണ് ഫണ്ട് പിരിവെങ്കിൽ ഇപ്പോൾ കടമുണ്ട് ഇതുണ്ട് പറഞ്ഞ് ഫണ്ട് പിരിവുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ കുറേ കൂടി ഫണ്ട് കൂടുതൽ വരും.